പ്രൈസ് ദി ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്ക് നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ പുതിയ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 2 തൊട്ട് 20 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 2 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഈ യേശുക്രിസ്തു കഫർബൂം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പ്രചാരണം. ഗലീലിൻ്റെ നാടിൻ്റെ അടുത്തുള്ളതാണ്. അവിടെ ആയിരുന്നു പ്രചാരണം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ യേശുക്രിസ്തു അതിന് ശേഷം അവിടുന്ന് പുഴ താണ്ടി ഉണ്ടല്ലോ ഗിരാസേനിയോ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് അവിടെ ഒരു ദുഷ്ടാത്മാക്കൾ കയറി വാദിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹം വീട്ടിൽ നിന്ന് മാറി ഒരു ശവക്കോട്ടയിൽ അവിടാണ് വാസം. അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളും സൗണ്ടുകളും അല്ലെങ്കിൽ കല്ലുകൊണ്ട് സ്വന്തം ദേഹത്തടിച്ച് രക്തം വരുത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. വീട്ടുകാരവരെ പുള്ളിയെ ഒഴിഞ്ഞു. വീട്ടുകാർക്ക് അവിടെ നിർത്താൻ വയ്യാത്തൊരവസ്ഥയാണ്. പലരും അവരെ ചങ്ങലയിട്ട് കെട്ടാൻ നോക്കുമ്പോൾ ആ ചങ്ങലയൊക്കെ പൊട്ടിക്കും. അങ്ങനെ ഭയങ്കര ശക്തിയാണ് പുള്ളിക്ക്. അപ്പോൾ ഈ ദുഷ്ടാത്മാവ് വരുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ദുഷ്ടാത്മാവ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. പാപത്തിൻ്റെ ദുഷ്ടാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. അത് ആ ദുഷ്ടാത്മാവിനെ പറഞ്ഞു വിടുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ യേശുക്രിസ്തുവിലേക്ക് അടുക്കേണ്ടത്. അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ കണ്ടപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഈ യേശുക്രിസ്തു അവനോട് ചോദിക്കുന്നത്, നീ എൻ്റെ പേരെന്താണ്? അപ്പോൾ ഉടനെ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ പേര് സേന അല്ലെങ്കിൽ ലീജൻ എന്ന് പറയും. അത് ഞങ്ങൾ ഒത്തിരി പേരുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് ഇതാണ് 10-ാം നമ്പറിൽ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്തിറക്കല്ല. അപ്പോൾ അദ്ദേഹം ആ ദുഷ്ടാത്മാവിന് മനസ്സിലായി ഇത് യഹോവയുടെ പുത്രൻ യേശുക്രിസ്തു ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. നമ്മളൊക്കെ അത് മനസ്സിലാക്കാൻ, ആര് മനസ്സിലാക്കുന്നുവോ യേശുക്രിസ്തുവിനെ, അവർക്ക് മാത്രമേ ഈ ദുഷ്ടാത്മാവിൽ നിന്ന് വിടുതലുണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പിശാചിക ശക്തികളെ നമ്മൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ യഹോവ നമ്മുടെ മുൻപിൽ പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചുമതലയാണ് ഇത്. യഹോവ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളത്. അങ്ങനെ വയ്ക്കുമ്പോൾ മാത്രമേ നമ്മളിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. അപ്പം ഈ മനുഷ്യരുടെ ഉള്ളിലുള്ള ദുഷ്ടാത്മാവിനെ ഇറക്കി വിടാനുള്ള ശക്തി യേശുക്രിസ്തുവിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, ഈ പിശാച് അല്ലെങ്കിൽ സാത്താന് മനുഷ്യനെ ഒരു ബന്ധനത്തിലേക്ക് കെട്ടിവെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ ഈ വ്യക്തി ആ ശവക്കോട്ടയിൽ താമസിക്കുകയും അവിടെ വികൃതമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിനെ സംബന്ധമായിട്ടുള്ള നമ്മൾ യോഹന്നയുടെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അതായത് 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരം, കള്ളൻ വേറെ ഒരു പണിക്കുമല്ല വരുന്നത്, അവൻ കക്കാൻ തന്നെയാണ് വരുന്നത്, അവൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അതേസമയം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും അതോടൊപ്പം തന്നെ ഒത്തിരി ആ ബ്ലെസ്സിങ്സ് തരാനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇവിടെ ഭൂമിയിലേക്ക് യഹോവ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് കൂടുതൽ ബ്ലെസ്സിങ് തരാനാണ്. അപ്പോൾ കള്ളൻ എന്ന് പറയുന്ന ഈ ദുഷ്ടാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മളെ ബന്ധിക്കപ്പെട്ടിട്ട് നമ്മൾ നശിപ്പിക്കാനും നമ്മുടെ ആത്മാവിനെ മോട്ടിക്കാനുമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ, പവിത്രാത്മാവിനെ മോട്ടിക്കുകയും ഈ പറയുന്നത് നമ്മളെ ബന്ധിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിലേക്ക് അടുക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം പാപത്തിനെയും ദുഷ്ടശക്തികളെയും നശിപ്പിച്ചിട്ട് നമ്മുടെ ജീവനെ ഒരു പുതിയ ജീവനാക്കി എടുക്കുവാനായിട്ട് യേശുക്രിസ്തുവിന് സാധിക്കുമെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ എല്ലാ ദുഷ്ടാത്മാവും തല ഉനിക്കും. യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ എല്ലാ ദുഷ്ടാത്മാവിനും പേടിയുണ്ട്. എന്താ വെച്ചാൽ അവരെ ഇറക്കി വിടുക. എന്താ വെച്ചാൽ ഈ ദുഷ്ടാത്മാക്കൾക്ക് ഒരു മനുഷ്യൻ്റെ ശരീരം വേണം. ആ ശരീരത്തിൽ മാത്രമേ അവൻ്റെ പ്രവർത്തനം നടക്കത്തുള്ളൂ. അവൻ ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രവർത്തനവും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത്, ഞാൻ നിനക്ക് സർപ്പത്തെയും അണലിയെയും ചവിട്ടാനുള്ളതും അതുപോലെ നിൻ്റെ ശത്രുക്കളെ തളയ്ക്കാനുള്ള എല്ലാ സാമർഥ്യവും അധികാരവും നിനക്ക് ഞാൻ തരുന്നു.
നിന്നെ ഇവരാരും ഒരു നഷ്ടവും നിനക്ക് ചെയ്യത്തില്ല. ഇത് അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വചനം പറയുമ്പോൾ ശക്തിയും അധികാരവും സാമർഥ്യവും കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ കയറി വന്നിരിക്കുന്ന ദുഷ്ടാത്മാവ് ഇറങ്ങിപ്പോവും എന്നുള്ളത് സംശയമില്ല. അതാണ് യേശുക്രിസ്തു യഹോവയിൽ നിന്ന് കിട്ടിയ ആ സാമർഥ്യത്തിൽ കൂടാണ് നമ്മളെ ആ കാലഘട്ടത്തിൽ എല്ലാവരെയും സൗഖ്യം പ്രാപിച്ചത്. അപ്പോൾ എന്ന് പറയുന്നില്ല, ഇന്നും നമുക്ക് ആ യേശുക്രിസ്തുവിൻ്റെ സാമർഥ്യം നമ്മുടെ കയ്യിൽ, അധികാരവും നമ്മുടെ കയ്യിലുണ്ട്. അതിൽ കൂടി നമ്മൾ മറ്റുള്ളവരെ സൗഖ്യം പ്രാപിപ്പിക്കാനും നമ്മൾ സ്വയമായിട്ട് സൗഖ്യം കിട്ടുവാനും നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ ആ അധികാരവും സാമർഥ്യവും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഈ പാപമുക്തരായി ബന്ധമുക്തരായി നമ്മൾ അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത് ഈ മനുഷ്യൻ ഉണ്ടല്ലോ പാപത്തിനെ ഇറക്കി അത് പന്നിയിലേക്ക് അത് ആക്കി തീർത്ത് ട്രാൻസ്ഫർ ചെയ്ത് പറഞ്ഞു വിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ നല്ലവനായിത്തീരുന്നു. അപ്പോൾ മർക്കോസിൻ്റെ 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു നോക്കിയപ്പോൾ നല്ല തുണിയൊക്കെ ഇട്ട് നല്ല ബോധവാനായിട്ട് അവൻ അവിടെ ഇരിക്കുന്നു. അപ്പം യേശുക്രിസ്തു എല്ലാ അസുഖങ്ങളെയും തീർക്കാനുള്ള ഒരു ശക്തിയുണ്ട്. അവൻ്റെ ജീവൻ തന്നെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവനെ ജീവൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനുണ്ടല്ലോ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനായിട്ട് താല്പര്യപ്പെട്ടു. അപ്പോൾ ഈ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 19 പറയുന്നത് എന്താണ്? അപ്പോൾ യേശുക്രിസ്തു അവനോട് പറയുന്നത്, നീ നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ യഹോവയെപ്പറ്റി നീ അവരോട് വീട്ടിലുള്ളവർ പറയാം. എന്താ വെച്ചാൽ വീട്ടിലുള്ളവർ ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യൻ വീണ്ടും തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലാനായിട്ടും ആ വീടുമായിട്ട് യോജിച്ചവൻ ജീവിക്കുവാനായിട്ട് അവൻ്റെ കുടുംബത്തോടു കൂടി ജീവിക്കാനായിട്ട് യേശുക്രിസ്തു ആഗ്രഹിച്ചു. അങ്ങനെയുള്ളപ്പോൾ പറഞ്ഞു, നീ അവിടെ ചെന്ന് നിൻ്റെ വിറ്റ്നസ് കൊടുക്കണം, നീ എനിക്ക് സാക്ഷ്യം പറയണം. സാക്ഷ്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പല അനുഭവങ്ങളിൽ കൂടി നമ്മൾ സാക്ഷ്യം പറഞ്ഞു വേണം ജീവിക്കട്ടെ എന്നാണ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് യേശുക്രിസ്തു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ നടക്കുന്നു, പക്ഷേ നമ്മൾ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് മടിയാണ്. പക്ഷേ ആ സാക്ഷ്യം പറഞ്ഞ് യഹോവയിൽ വിശ്വസിച്ച് ആ സാക്ഷ്യം പറയുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ വീണ്ടും ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മൾ പറയാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ യഹോവ നമുക്കൊരു ചെറിയ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ കള്ളും കുടിച്ച് മോശമായ രീതിയിൽ നടന്നു. പക്ഷേ അവൻ കുടുംബം മൊത്തം തകർന്നുപോയി. പക്ഷേ ഒരു ദിവസം ആ പ്രാർത്ഥന സഭയിൽ പോന്നു. അപ്പോൾ അവൻ അവിടെ യഹോവയെ കാണുന്നു. യഹോവയോട് അവന് ഹെൽപ്പ് സഹായം ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൻ്റെ ജീവിതം പതുക്കെ മാറിക്കിട്ടി. അങ്ങനെ വന്ന ആ വ്യക്തിയോടല്ലോ ഒരു വിറ്റ്നസ്സായിട്ട് അവൻ യഹോവയിലേക്ക് പുതിയ ജീവനായി മാറുന്നു എന്ന് പറയുന്നത് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിലും നമ്മൾ കാണുന്ന യേശുവിൻ്റെ നൃത്തം അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ മാറിക്കിട്ടി. അങ്ങനെ ആ പുതിയൊരു ജീവിതത്തിലേക്ക് അവൻ ആയിത്തീർന്നു. അങ്ങനെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു സന്ദേശം കിട്ടുന്നത് പാപത്തിൽ നിന്നും സാത്താൻ്റെ കൊണ്ടുള്ള മനുഷ്യനെ ബന്ധിക്കുക എന്നുള്ളത്, പാപവും സാത്താനും എല്ലാം ബന്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയുള്ള ബന്ധിക്കപ്പെട്ടവരെ മുക്തരാക്കി ഒരു പുതിയ ജീവൻ കൊടുക്കാനുള്ള ശക്തി യേശുക്രിസ്തുവിലുണ്ട്. എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തി. പക്ഷേ അവൻ അങ്ങനെയുള്ള രക്ഷപ്പെടുത്തുമ്പോൾ അവൻ അതിന് സാക്ഷ്യം പറയുക എന്നുള്ളത് അവൻ്റെ ആവശ്യമാണ്. ഈ 31-ാമത്തെ ഉപവാസ ദിവസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ്. എന്താ വെച്ചാൽ നമ്മൾ യഹോവയുടെ ബന്ധനത്തിൽ നിന്ന് നമ്മുടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ട് പ്രാർത്ഥനയുടെ ജീവിതത്തിലേക്ക് യഹോവയിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്ക് പാപവും മോശമായ സ്വഭാവങ്ങളും ആത്മീയപരമായി നമ്മളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് യഹോവ വിടുതൽ ചെയ്ത് നമ്മളെ ശുദ്ധീകരിക്കപ്പെടുന്നു, പുതിയൊരു ജീവിതത്തിലേക്കാക്കി മാറ്റുന്നു. ആത്മീയപരമായ ശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു കഴിയുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ ജീവൻ തന്നെ മറിയുന്നു. അങ്ങനെയാണ് നമ്മളെ യഹോവ ഒരു പുതിയ ജീവനിലേക്കാക്കി മാറ്റുന്നത്. മൂന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് സാക്ഷ്യം പറയേണ്ടത് ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഉപവാസത്തിൻ്റെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതം മറിയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ സാക്ഷ്യം പറയേണ്ടത് ആവശ്യമാണ്. അത് നമ്മൾ പഠിക്കേണ്ടത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 2 തൊട്ട് 20 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു മനുഷ്യർ എത്രമാത്രം പാപത്തിൻ്റെ അടിമയായിട്ട് പിശാചിക ബന്ധനത്തിലായിരുന്നാലും ശരി, പക്ഷേ യേശുക്രിസ്തു അദ്ദേഹത്തിനെ ആ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കാനായിട്ടുള്ള
അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാനായിട്ടുള്ളത് ഒരു അധികാരവും ശക്തിയും ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. ഇത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മൾ ഇതിനെ സമൂഹത്തിൻ്റെ മുൻപിൽ യേശുക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്ത് യേശുക്രിസ്തുവിനെ മഹിമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ വിറ്റ്നസ് കൊടുക്കുക എന്നുള്ളത്. ഈ വചനം നമുക്ക് എല്ലാവർക്കും ആത്മീയ പ്രചോദനം നൽകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അതോ നമ്മുടെ കലീശയിലും നമ്മുടെ ഈ വചനങ്ങൾ കേൾക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ കുടുംബത്തിൽ എല്ലാത്തിലും ഈ വചനം ഒരു പ്രയോജനമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വചനത്തിൽ കൂടെ നമ്മൾ അതിൻ്റെ കിട്ടാൻ പോകുന്ന നമുക്ക് ജീവിത പരിവർത്തനം, നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ പുതിയ ജീവിതത്തിൽ കിട്ടുമ്പോൾ ആ പുതിയ ജീവനെ നമ്മൾ സമൂഹത്തിൻ്റെ മുൻപാകെ നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.